ജനരോഷത്തെ തുടർന്ന് ഉപേക്ഷിച്ച സിൽവർ ലൈനിന് പകരം മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വച്ച തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാത കാസർഗോഡ് വരെയാക്കാൻ സർക്കാർ. കാസർഗോഡ് വരെയുള്ള സർവേ പൂർത്തീകരിച്ചായിരിക്കും പദ്ധതി റിപ്പോർട്ട് കേന്ദ്രാനുമതിക്ക് അയക്കുക. കർണാടകവുമായി സഹകരിച്ച് മംഗളൂരുവിലേക്ക് നീട്ടാനുമാവും. ഭാവിയിൽ വിഴിഞ്ഞം മംഗളൂരു തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയായി മാറും. പദ്ധതി പഠിക്കാൻ ഗതാഗത സെക്രട്ടറി കെ ബിജു അധ്യക്ഷനായും റെയിൽവേ വിദഗ്ധൻ ജെ വിനയൻ, ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ സി വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരുടെ സമിതിയെ സർക്കാർ നിയോഗിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് ശ്രീധർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി NSK ഉമേഷിനെ ഏകോപനത്തിന് നിയോഗിച്ചു. സാമ്പത്തിക, സാമൂഹ്യ, സാങ്കേതിക പരിസ്ഥിതി വശങ്ങൾ സമിതി പരിശോധിക്കും. മാറ്റങ്ങളും നിർദ്ദേശിക്കാം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പിന്നാലെ പരിസ്ഥിതി ആഘാത പഠനവും നടത്തും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീധരൻ തയ്യാറാക്കിയതാണ് പദ്ധതി രേഖ. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാത്തതിനാൽ സർവേ നടത്താനായിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലെ 6.5 കിലോമീറ്റർ തുരങ്കപാതയൊഴിച്ച് ബാക്കി ഭാഗം തൂണുകൾ മുകളിലുള്ള എലിവേറ്റഡ് പാതയാണ്. ഭൂമി ഏറ്റെടുക്കൽ പരിമിതമായതിനാൽ ജനരോഷമുണ്ടാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. 15 വർഷത്തിനകം 25,000 കിലോമീറ്റർ വേഗപാത നിർമ്മിക്കുകയെന്നാണ് കേന്ദ്ര നയം. 15 അതിവേഗ സെമി ഹൈസ്പീഡ് പദ്ധതികളുടെ DPR കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. ഈ സാഹചര്യം ഉപയോഗിച്ച് ശ്രീധരനെ മുൻനിർത്തി കേന്ദ്രാനുമതി നേടാനാണ് ശ്രമം. ഡൽഹി മീററ്റ് പാതയിൽ പകുതി ദൂരം 180 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടുന്നു. 350 കിലോമീറ്റർ വേഗതയിൽ മുംബൈ ആൾവാർ 180 കിലോമീറ്റർ വേഗപാതയ്ക്ക് അടുത്തിടെ അനുമതി നൽകി. വേണ്ടത് 5 അനുമതികൾ. 1. പദ്ധതി രേഖ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് കേന്ദ്രത്തിന് അയക്കണം. 2. റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 3. തുടർന്ന് നീതി ആയോഗ്, ധനകാര്യ മന്ത്രാലയം എന്നിവയുടെ അനുമതി. 4. ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അനുമതിയോടെ പദ്ധതി രേഖ പ്രധാനമന്ത്രിക്ക്. 5. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ അന്തിമ അനുമതി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 473.2 കിലോമീറ്റർ നീളത്തിൽ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിവിധ ജില്ലകളായി 23 സ്റ്റേഷനുകൾ ഉണ്ടാകും. 2ാം ഘട്ടത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പാത ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത മേഖലകളിലൂടെയാണ് അതിവേഗ പാത കടന്നു പോവുക. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആകെ 608 കെട്ടിടങ്ങളെയാണ് പദ്ധതി ബാധിക്കുക. പ്രാഥമിക പഠനത്തിൽ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണിത്. ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയായ ശേഷം ഈ ഭൂമി പഴയ ഉടമകൾക്ക് കൃഷി ചെയ്യാൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ചെറിയ തുകയ്ക്ക് പാട്ടത്തിന് നൽകാം. കൃഷിയും ചെറിയ രീതിയിലുള്ള നിർമ്മാണങ്ങളുമെല്ലാം ഇതിൽ സാധ്യമാകും. എന്നാൽ വലിയ നിർമ്മാണങ്ങൾ പറ്റില്ല. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം. പിന്നീട് 2ാം ഘട്ടമായി കാസർഗോട്ടേക്ക് നീട്ടാനാകും. മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിൽ അതിവേഗത്തിലുള്ള ട്രെയിൻ സർവീസ് കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് ഗുണകരമല്ല. കേരളത്തിൽ ജനവാസ മേഖലകൾ കൂടുതലാണ്. അതിനാൽ സ്റ്റേഷനുകൾ അടുത്തടുത്ത് വേണം. 800 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഉദ്ദേശിക്കുന്നത്. ഓരോ 5 മിനിറ്റിലും ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഒരു ദിവസം 2.28 ലക്ഷം ആളുകൾക്ക് യാത്ര ചെയ്യാം. ഒരു ട്രെയിനിൽ 800 യാത്രക്കാരെ ഉൾക്കൊള്ളും. 12 കോച്ചുകളാണുള്ളത്. കൊച്ചി മെട്രോയിൽ ചെയ്തതുപോലെ അതിവേഗ റെയിലിന്റെ നിർമ്മാണം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കണം. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഇത് ആവശ്യമാണ്. മറ്റേതെങ്കിലും ഏജൻസിയാണെങ്കിൽ നിർമ്മാണം തുടങ്ങുന്നതിലുൾപ്പെടെ കാലതാമസം വരും. ആദ്യം തയ്യാറാക്കിയതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളോടെയാണ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. പദ്ധതി തുകയിലും പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളിലും വ്യത്യാസമുണ്ട്. സാങ്കേതിക വിദ്യയിൽ വലിയ വ്യത്യാസമില്ല. സൗരോർജ്ജത്തിലായിരിക്കും ട്രെയിനുകൾ പ്രവർത്തിക്കുക. രാജ്യത്ത് ആദ്യമാണ് ഇത്തരത്തിലൊന്ന്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എത്തുന്നതിന് 3.30 മണിക്കൂർ വേണം. 60,000 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആദ്യം ഇത് 55,000 കോടിയായിരുന്നു. സൗരോർജ്ജത്തിലേക്ക് മാറുന്നതിന്റെ ചെലവുകൾ കൂടി കണക്കാക്കുമ്പോഴാണ് പദ്ധതി ചെലവിന്റെ മാറ്റം. സൗരോർജ്ജ സംവിധാനം ഒരുക്കുന്നതിന് 4,000 കോടിയിലേറെ രൂപ ചെലവ് വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.